അതെ, വെള്ളം ഉപയോഗിക്കുമ്പോ നോക്കി കണ്ടൊക്കെ ഉപയോഗിക്കണം കേട്ടോ. ആ എനിക്ക് ഏട്ടനോട് അത് തന്നെ പറയാനുള്ള. ഇങ്ങനെ വന്ന് എടുത്തോണ്ട് നടക്കണ വലിയ കാര്യം തന്നെയാ. ഇങ്ങനെ വന്ന് എടുത്തോണ്ട് നടക്കാൻ പറ്റത്തില്ലാന്ന് ആ വണ്ടി. അതെ ചേട്ടാ, ഈ വാതുക്കപ്പറമ്പിൽ സത്യശീലന്റെ വീട് ഇവിടെ പരിസരത്ത് എവിടെയെങ്കിലും എന്താ കാര്യം? പുള്ളിനോടൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാനാണ്. ആണോ? ആ ചേട്ടന്റെ വീടിന്റെ അടുത്താണോ? ആ, അടുത്താ. അപ്പൊ അവന്മാര് തെറ്റിച്ചാണോ പറഞ്ഞത്? അറിയാവോ ഏട്ടന്? അതെ, ഈ പരിസരത്ത് കുടിവെള്ളത്തിന് പ്രോബ്ലം ഉണ്ടോ? കുടിവെള്ളത്തിന് അത്യാവശ്യം പ്രോബ്ലം ഉണ്ട്. പരിപാടി നിൽക്കുമല്ലോ. നമ്മുടെ അടുത്ത് ഒരു കുഴൽ കിണറിന്റെ പരിപാടിയുണ്ട്. അപ്പൊ അതൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഞാൻ കാര്യങ്ങൾ ഇത്രയും വിശദീകരിച്ചു പറഞ്ഞിട്ട് നിങ്ങക്ക് മനസ്സിലായില്ല എന്നല്ലോ ഉണ്ടോ? സംഗതി കാര്യമൊക്കെ മനസ്സിലായി. ഏട്ടാ, പ്രൈവറ്റ് കമ്പനിയാണ്, നല്ല പൈസയാവും. അച്ഛ അത്രയൊന്നും തരുമൊന്നുമില്ലേ? എന്താ പറഞ്ഞ? അല്ല, അതായതേ, നിങ്ങളെ കൊണ്ട് ഇപ്പൊ ഇവിടെ അങ്ങനെ കിണർ ഒഴിപ്പിക്കാൻ ഞങ്ങൾക്ക് പൊതുവെ താല്പര്യമില്ല. ഞങ്ങൾ ഈ മറ്റേ പ്രൈവറ്റ് പാർട്ടി അല്ലേ, സർക്കാരിന്റെ അല്ലല്ലോ. സർക്കാരിന്റെ അല്ല. അപ്പൊ അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ല, നിങ്ങളിപ്പോ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയില് നമ്മളോട് ഇന്ന് ഏൽപ്പിച്ചാൽ നാളെ കിണറടിച്ച് വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്റെ ചങ്ങായി, ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാന്ന്. കയ്യിൽ പൈസ വേണ്ടേ, എന്നാലേ ഇപ്പൊ ചെയ്യാൻ പറ്റൂ. അല്ല, ഈ പഞ്ചായത്തിനും പൈസ ഉണ്ടല്ലോ. അപ്പൊ ആ പൈസ കൊടുക്കണേല് കുറച്ച് പൈസയും കൂടി കൂടുതൽ എടുത്താ നിങ്ങളുടെ സൗകര്യത്തിന് സാധനം കിട്ടും. നിങ്ങളെ കൊണ്ട് കുഴലടുപ്പിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷെ നമ്മളിപ്പോ ഈ കുഴൽക്കിണറിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടേ. അല്ല സാറേ, ഇപ്പൊ ഈ സർക്കാരിന്റെ കുഴൽക്കിണർ പാസ്സായി വരുമ്പോഴേക്കും നിങ്ങളുടെ സമയത്ത് കാര്യങ്ങൾ നടക്കൂല. അതിന്റെ നൂലാമാലകളും നടപടിക്രമങ്ങളും ഒക്കെ വരുമ്പോ മരിക്കണേന് മുമ്പ് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല. ഇത് നോക്കട്ടെ. അല്ല, ഇങ്ങനെ കൊടുത്തിട്ടുള്ളവരെയാണ് നമ്മൾ ചെയ്തു കൊടുക്കണതേ. ഇപ്പൊ ആ ഭൂജല വകുപ്പിൽ ചെന്നപ്പോ ഒരു സാധ്യതാ സർട്ടിഫിക്കറ്റ് വേണമെന്ന് അവര് പറഞ്ഞ. അത് പറഞ്ഞു. അത് നോർമലി കിട്ടണമെങ്കിൽ ഒരു 4 മാസമെങ്കിലും എടുക്കും. ഇനിയിപ്പോ എന്തെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് അവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നിരിക്കട്ടെ, നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്ത ഒരുപാട് അപേക്ഷകരുണ്ട്. അതിന്റെ മുൻഗണനാ അടിസ്ഥാനത്തിൽ BPL ആണോ APL ആണോന്നൊക്കെ നോക്കി നമുക്ക് അർഹത ഉണ്ടാന്നൊക്കെ നോക്കി കിട്ടുമ്പോ ഈ വർഷം നിങ്ങൾക്ക് ഇത് കിട്ടൂല. അപ്പൊ അതുകൊണ്ടാണ് പറയണത്, നമ്മള് വലിയ പൈസയൊന്നുമില്ല. നിങ്ങൾ ആ മുടക്കണ പൈസയിൽ കുറച്ച് പൈസയും കൂടി ചേർത്താ നമ്മൾ വെള്ളം നിങ്ങൾക്ക് എത്തിച്ചു തരാം. പഞ്ചായത്തിൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരില്ല, കാരണം മെമ്പറോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചെയ്തു തരും. ഇതിലും സ്വാധീനമുള്ളവർക്ക് നടക്കണില്ല സാറേ. പിന്നെ ഈ പ്രദേശത്തൊക്കെ ഈ തവണയാണ് ഇത്രയും രൂക്ഷമായത്. കഴിഞ്ഞ വർഷം ഇത്രയും കഷ്ടപ്പാടില്ലായിരുന്നു. ഇത്തവണയാണ് ഭയങ്കരമായിട്ട് പെട്ടു. ഈ വരും മാസങ്ങളിൽ കൂടും. അടുത്ത വർഷമൊക്കെ നമുക്ക് വെള്ളം തന്നെ കുടിക്കാൻ കിട്ടാതെ വരും. പറ്റി. അതുകൊണ്ടാ പറയണത്, ഒരു പണി ചെയ്യും, നിങ്ങൾ ആലോചിക്ക്. മറ്റേതിന്റെ ഒക്കെ പുറകെ നടന്ന് സമയം കളയണ്ട. ഞാൻ വിസിറ്റിംഗ് കാർഡ് തരാം. എന്തേലും താല്പര്യം ഉണ്ടെങ്കിൽ സാറ് വിളിച്ചോ. പാരിജാത എന്ന പേര് വിളിച്ചാ മതി. ജാരയല്ല, വരട്ടെ എന്നാ. ആയിക്കോട്ടെ. ഈ സർക്കാരിന്റെ കുഴൽക്കിണർ കിട്ട അത്രയും വലിയ പാടാണെങ്കിൽ നമുക്ക് ഇതന്നെ നോക്കണം. ഇത്രയും കാശ് മുടക്കിയിട്ട് എന്റെ ഏട്ടാ, അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിട്ട് അവര് പലതും പറയും. നമ്മുടെ കാര്യം നടക്കണമെങ്കിൽ നമ്മൾ തന്നെ പോയി അന്വേഷിക്കണം. ഇവിടെ കുത്തിയിരിക്കാതെ പോയി നോക്കിയിട്ട് വരാൻ ഓഫീസില്. ഈ വെയിലൊന്നും ആറട്ടെ. ഈ വെയിലത്ത് എങ്ങനെ പോകും? വെയില് വൈകിട്ട് വരെ ഉണ്ടാവും. വൈകിട്ട് ഓഫീസ് ഉണ്ടാവോ? എന്നാ പോയി 2 കൂടെ വെള്ളം കുടിക്കൊണ്ടോ? മുണ്ട് ഷർട്ടും കൊടുക്ക്. വെള്ളം കൊണ്ടുവരാനാ? ഓഫീസിൽ പോവാൻ. എന്നാ അത് പറയണ്ടേ? പറഞ്ഞില്ലേ. ഏതാ വെള്ളമുണ്ടല്ലേ? കിട്ടിയില്ലേ? കിട്ടിയില്ലേ സാറേ? ഏത് ഇത്? ഈ ഫാൻ അതല്ല, അതിന്റെ മുകളില് മഞ്ഞ. ഇവിടെ മഞ്ഞ ഇല്ലെന്ന്, നീല നീല. അതല്ല, കടുന്നീല. ഇതാണ്. അതും അറിയില്ല. അതാണ്. അപ്പൊ ഇതാണ് കുഴൽക്കിണറിന് വേണ്ടിയിട്ട് താൻ തന്ന അപേക്ഷ. ആണോന്ന് തുറന്നു നോക്കിയേ. തുറന്നു നോക്കടോ. അല്ലേ? അതെ സാർ. ഇതിപ്പോ എവിടുന്നാ എടുത്തേ? ഇത് ഈ ഷെൽഫിന്ന്. ഷെൽഫിൽ എവിടുന്നാ എടുത്തേന്ന്? മോളിന്ന്. അപ്പൊ അതായത് അതിന്റെ താഴോട്ട് വേറെ കുറേ ഫയലുകൾ ഇരിപ്പുണ്ട്.
അതെ. ഫയലുകൾ എന്ന് പറഞ്ഞാൽ താൻ തന്നതുപോലെ തന്നെ കുറേ അപേക്ഷകൾ, പല അപേക്ഷകർ തന്ന ഫയലുകൾ. കഴിഞ്ഞ 1 വർഷം മുന്നേ ഉള്ള അപേക്ഷ ഇപ്പോൾ ഇരിപ്പുണ്ടെങ്കിൽ. ആ അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് എൻ്റെ ഫയൽ എന്തായി എന്ന് പറയുന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ല. കാരണം താഴോട്ട് ഒരുപാട് ഫയലുകൾ ഇരിപ്പുണ്ട്. ഈ താഴെ ഇരിക്കുന്ന ഫയലുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം തന്ന ഫയലുകൾ, സീനിയോറിറ്റി ഇല്ലേ? അപ്പൊ ആ ഫയലുകൾ അങ്ങനെ ഇരിക്കുമ്പോൾ മേളിലിരിക്കുന്ന തൻ്റെ ഫയല് എടുക്കാൻ ഞങ്ങൾക്ക് മനസ്സാക്ഷിയില്ല. ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കേട്ടോ. പാവമല്ലേ, താഴെ ഇരിക്കുന്നവരെ ഫയലിന് വെട്ടി മാറ്റിയിട്ട് നിങ്ങളുടെ ഫയലെടുത്ത് ഞങ്ങൾ പരിഗണിക്കുക എന്ന് പറഞ്ഞ. സാറേ ആകെ ഞാൻ പ്രശ്നത്തിലാണ്. കാരണം കുടിവെള്ളം ഇല്ല, കിണറ്റിലെ വെള്ളമൊക്കെ വറ്റി. പണിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അടുത്ത വീടുകളിലൊക്കെ പാടെ പോയിട്ട് അവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. പണി മാറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് പോകണം. ഇതുപോലെ തന്നെ കുറെ മുന്നേ ഒരു അപേക്ഷകൻ വന്നിട്ട് വിഷമം പറഞ്ഞത്, ഇങ്ങനെ വെള്ളം അവിടുന്ന് എടുക്കുന്നു ഇവിടുന്ന് എടുക്കുന്നു, ഭയങ്കര പ്രശ്നമാണ്, വെള്ളത്തിന് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ നിസ്സഹായരാണ്, നമ്മുടെ മനസാക്ഷി അനുവദിക്കില്ല എന്നെല്ലാം പറഞ്ഞപ്പോ സാറേ ഇപ്പൊ കുഴൽക്കിണർ എനിക്ക് കുഴൽക്കിണർ കിട്ടും, എന്തായാലും കിട്ടാതിരിക്കൂല. അങ്ങനെ അയാൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങളിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോ എന്താ പുള്ളി എന്ത് ചെയ്യുന്ന അറിയാമോ? പുള്ളി എന്നോട് പറയാ, സാറേ സാറിന്റെ സ്കൂട്ടറിന്റെ ബോക്സിൽ ഒരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ടെന്ന്. എന്താണ് ഹേ എന്ന് ചോദിക്കണേ അയാളങ്ങ് പോയി. കാരണം ഞാനെന്ത് ചെയ്ത് നേരെ ഓടിച്ചെന്ന് സ്കൂട്ടറിനകത്ത് നോക്കിയപ്പോ ഒരു 15,000 രൂപ. അതിനകത്ത് ഞാൻ പിന്നെ അതെടുത്ത് നേരെ നമ്മുടെ കോയ സാഹിബിന്റെ കൊടുത്തു. ഉടനെ തന്നെ ഫയൽ നീക്കി കാര്യങ്ങൾ നീക്കി കുഴൽക്കിണറിൽ വെള്ളം കിട്ടി. സംഭവം ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഈ വെള്ളം കിട്ടുന്നുണ്ട്, വളരെ ഉപകാരം, നല്ല വെള്ളമാണ്, തെളിഞ്ഞ വെള്ളമാണ്, അങ്ങനെ എല്ലാം വിളിക്കാറുണ്ട്. എന്താ ചെയ്യാ, ഭയങ്കര സ്നേഹ ആൾക്കാര്. സാറേ എന്നാ ഞാൻ പോയിട്ട് നാളെ വരാം. എന്നാ ഈ ഫയൽ അങ്ങ് വെച്ചേക്ക്. നാളെ വരുന്ന ഉറപ്പുണ്ടോ? നാളെ വരാം. ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നോട്ടെ, ഇല്ലെങ്കിൽ അവിടെ വെക്കാം. അല്ല ഇവിടെ ഇരുന്നോട്ടെ. ഇവിടെ ഇരുന്നോട്ടെ. സാറിന്റെ വണ്ടി നമ്പർ എത്രയും? KL 23 63 43. ഫുൾ 3ന്റെ കളിയാ. പിന്നെ അത് കൺഫ്യൂഷൻ വേണ്ട. അതിന്റെ മഡ്ഗാർഡില് ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്, സത്യമേവ ജയതേ. അത് കണ്ടാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സാറേ ഞാനൊരു 5 രൂപ വയ്ക്കാം. എന്നാ ഞാൻ ഫയൽ അവിടെ വയ്ക്കാം. എന്റെ കയ്യിൽ പൈസ ഇല്ല. ഭാര്യയുടെ അച്ഛൻ തന്നിട്ടാണ് ഇപ്പൊ ഈ കുഴൽക്കിണർ നിൽക്കുന്നത്, അതുകൊണ്ടാണ്. ഭാര്യയുടെ അച്ഛനോട് ഒരു 5 തരാന്ന് പറയുന്നോട് ഒരു 10 കൂടെ തരാൻ പറയേ. കാലാകാലം വെള്ളം കുടിക്കാമല്ലോ. 10 വെക്കാം സാറേ, 10 വെക്കാം. എന്നാ ഈ ഫയൽ ഞാൻ ഇടയ്ക്ക് വെക്കാം. 10 സാറേ, 10 ഞാൻ വെക്കാം. പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോ എൻ്റെ കുടുംബത്തില് നമ്മളൊരു അനിയനുണ്ട് വകയിൽ, അതുപോലെയൊക്കെ ഒരു ഇത് പോട്ടെ. 10 തന്നെ വെക്കണം. പിന്നെ അത് 9 ആവല്ലേ. ശരി. അറിയാലോ സ്കൂട്ടറിൽ എഴുതിയിരിക്കുന്ന സത്യമേവ ജയതേ. സത്യമേവ ജയതേ. എന്തൊരാൾക്കാരാ സർക്കാർ ഓഫീസിൽ വന്ന എന്തൊക്കെയാണ് അതിന്റെ നടപടിക്രമങ്ങളെന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാവും. ഒരു പുരോഗമനവും ഇല്ലാത്ത ജനങ്ങളാണ് കഴുതകൾ. നാളെ വന്ന നീ ഇവിടുന്ന് പോവും, ഇല്ലെങ്കിൽ നീ ഇവിടെ